ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നയത്തെ പിന്തുണച്ച് കേന്ദ്ര നിയമ കമ്മീഷൻ 2029 ലോക്സഭാ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ നിയമ കമ്മീഷൻ ശുപാർശ ചെയ്യും. തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിന് ഭരണഘടനയിൽ പുതിയ അധ്യായം ചേർക്കാനായിരിക്കും. കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ നേതൃത്വത്തിലുള്ള 22ാമത് നിയമ കമ്മീഷന്റെ ശുപാർശ. വിഷയത്തിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയും ചർച്ച നടത്തിവരികയാണ്. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അതിലേക്ക് രാജ്യം നീങ്ങുകയാണോ? മറ്റു വിവരങ്ങളും വിശദമായ പരിശോധനയ്ക്കും പൊതുജന അഭിപ്രായ ശേഖരണത്തിനും ശേഷമാണ് ഇപ്പോൾ കേന്ദ്ര നിയമ കമ്മീഷൻ 2029 ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ശുപാർശ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് ഒരേ സമയം നടത്തുന്നതിനുള്ള വ്യവസ്ഥകൾക്കായി ഭരണഘടനയിൽ പുതിയ അധ്യായം ചേർക്കുന്നതിനും 22ാമത് നിയമ കമ്മീഷൻ നിർദ്ദേശിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആലോചനകൾ, ഒപ്പം പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങളുടെ പരിശോധന, ഇവയെല്ലാം തന്നെയും നിയമ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് സമാനമായി, അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ച ഒരു ആശയം എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയത്തിന് കേന്ദ്ര നിയമ കമ്മീഷനും പിന്തുണ നൽകുന്നത്. ഈ ശുപാർശകളിൽ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിന് വ്യക്തമായ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ചേർക്കണം എന്നുള്ളത് കേന്ദ്ര നിയമ കമ്മീഷൻ ശുപാർശ ചെയ്യും. അതിനായാണ് ഭരണഘടനയിൽ പുതിയ അധ്യായം ചേർക്കുന്നതിനായുള്ള നിർദ്ദേശം നിയമ കമ്മീഷൻ മുൻപോട്ട് വെക്കുന്നത്. ഈ കേന്ദ്ര നിയമ കമ്മീഷൻ ഈ ഒരു നയത്തെ പിന്തുണച്ച സാഹചര്യത്തിൽ ഇനിയുള്ള ഒരു നിർണായകമായ ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പ്രവൃത്തിപരത്തിലെത്താനുള്ള ഒരു നിർണായകമായ ഘട്ടങ്ങൾ ഇനി ഏത് തരത്തിലായിരിക്കും? നിയമ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായുള്ള ചട്ടങ്ങൾ അത് വ്യവസ്ഥ ചെയ്യേണ്ടതുണ്ട്. ഏതെല്ലാം തരത്തിൽ ഈ ഭരണഘടനയിൽ പോലും മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ പുതിയ അധ്യായം ചേർക്കുകയും വേണ്ടതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിന് എന്തെല്ലാം വ്യവസ്ഥകളാണ് വേണ്ടത്, വിവിധ കാരണങ്ങളാൽ സർക്കാരുകൾ കാലാവധി തികയ്ക്കാതെ താഴെ വീഴുമ്പോൾ അതിന് ശേഷം എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം, എത്തരത്തിലായിരിക്കണം പ്രവർത്തനം എന്നിവ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി ചട്ടങ്ങൾ, വ്യവസ്ഥകൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം അത് നിയമമാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കടക്കേണ്ടതുണ്ട്. അതിന് സമയമുണ്ട്. അതായത് ഈ നിയമ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്ത 5 വർഷത്തിനിടെ നിയമസഭകളുടെ കാലാവധി ക്രമീകരിച്ചുകൊണ്ട് 2029 മെയ് ജൂൺ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്താൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലെ കണക്കുകൂട്ടൽ. ഈ വിഷയത്തിൽ തന്നെയും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയും ചർച്ച നടത്തി വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.